പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവമേ, അവിടുത്തെ വലിയ കൃപയാൽ അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഈ പ്രാർത്ഥനയ്ക്കായിട്ട് കൂട്ടിച്ചേർത്തതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആയിരക്കണക്കിന് മക്കള് ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് ഒരുമയോടെ അങ്ങേ സന്നിധിയിലേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുമ്പോ കർത്താവേ, അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പൈശാചിക സ്വാധീനങ്ങൾ, അന്ധകാര ശക്തികൾ, ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില അധികാരങ്ങൾ, ആധിപത്യങ്ങൾ യേശുവേ അവിടുത്തെ നാമത്തിൽ ശക്തിയാൽ നിർവീര്യമാക്കണമേ. കർത്താവെ, അങ്ങയുടെ തിരുഹൃദയ സ്നേഹം ഞങ്ങളിലേക്കും ഞങ്ങളുടെ മക്കളിലേക്കും ഞങ്ങളുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലേക്കും അനുഗ്രഹമായി മാറട്ടെ, സന്തോഷമായിട്ട് മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയട്ടെ. സാത്താന്റെ ആധിപത്യങ്ങള്, അധികാരങ്ങള്, ദുശീലങ്ങള്, തർക്കദോഷങ്ങള്, ജടികാസക്തികള്, കൂട്ടുകെട്ടുകള്, തെറ്റായ ബന്ധങ്ങള് എല്ലാം വിട്ടുമാറി പോകട്ടെ. ഈ മാതാപിതാക്കളുടെയും മക്കളുടെയും കണ്ണുനീരിനെ, വേദനകളെ, നൊമ്പരങ്ങളെ എല്ലാത്തിനു മുമ്പിൽ ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൃപയായിരിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഏറ്റവും അധികമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കർത്താവിന്റെ സ്നേഹം അറിഞ്ഞ്, ആ തിരുഹൃദയത്തിന്റെ സ്വഭാവം അറിഞ്ഞ്, ആ കർത്താവിനെ തന്നെ സ്വന്തമാക്കി ജീവിക്കാൻ നമ്മുടെ മക്കൾക്ക് ഇടയാകട്ടെ. ഈശോയുടെ വലിയൊരു ഹൃദയത്തിന്റെ ഭാവമാണ് അനുസരണം. ഇന്ന് നമ്മുടെ മക്കൾക്ക് ഇല്ലാതെ പോയ ഒരു വലിയൊരു കാര്യമാണ് അനുസരണം. തന്നിഷ്ടം പോലെ ജീവിക്കുന്ന മക്കൾ. അതായത് നമുക്ക് ജീവിക്കാൻ, നമ്മൾ ഈശോയുടെ മക്കളാണ്, നമുക്ക് ജീവിക്കാൻ ഒരു ജീവിതമുണ്ട്, നമുക്കൊരു അന്തസ്സുണ്ട്. ഒരു അന്തസ്സുള്ള സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് എന്ത് ചപ്പും ചവറും ചെയ്യാൻ പറ്റുമോ? അവന്റെ ഡ്രസ് കോഡ്, അവന്റെ സ്വഭാവം, അവന്റെ ഇടപെടൽ, അവന്റെ എല്ലാ കാര്യങ്ങളും വ്യത്യാസമുണ്ട്. അവനൊരു ഡിസിപ്ലിൻ ഉണ്ട്, ചിട്ടയുണ്ട്. അതുപോലെ ദൈവമക്കളായി നമുക്ക് നിയമമുണ്ട്, കൽപ്പനയുണ്ട്, ചട്ടങ്ങളുണ്ട്, പാരമ്പര്യമുണ്ട്, അന്തസ്സുണ്ട്, ഡ്രസ് കോഡുണ്ട്. എല്ലാത്തിനും ചില നിയന്ത്രണങ്ങളുണ്ട്, ഡിസിപ്ലിൻഡ് ആയിരിക്കും. എന്നാൽ ഇന്ന് നമ്മുടെ മക്കള് ജെറമ്യാ പ്രവാചന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 24-ാം വചനം കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്ക്, നിങ്ങൾക്ക് ശുഭമായിരിക്കും. എന്നാൽ അവർ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. പിന്നെന്താ ചെയ്ത? തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ ജീവിച്ചു. തന്നിഷ്ടമാണ്. അതിനാൽ അവരുടെ പോക്ക് മുന്നോട്ടല്ല. അതാണ് ഗതികേട്, അതാണ് ദുരന്തം. മുന്നോട്ടല്ല, പിന്നോട്ടാണ്. നമ്മുടെ മക്കള് ദൈവത്തെ അനുസരിച്ച്, വചനമനുസരിച്ച്, നമ്മുടെ പാരമ്പര്യത്തെയൊക്കെ ഒന്ന് വിലമതിച്ച് അനുസരിച്ച്, മാതാപിതാക്കൾ അനുസരിച്ച്, അവരനുഗ്രഹം വാങ്ങിച്ച്, നമ്മുടെ കുടുംബത്തേക്കൊന്ന് അനുസരിച്ച് ചേർത്ത് പിടിച്ച് ജീവിച്ചാൽ നമ്മുടെ മക്കള് ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കപ്പെടും, മുന്നോട്ട് പോകും. അത് ഇന്ന് എന്റെ ഇഷ്ടം പോലെ ജീവിക്കും, ഇഷ്ടമുള്ള അവനെ കിട്ടും. ചില പിള്ളേർക്ക് ഭയങ്കര വാശിയാ, അവര് പറഞ്ഞ പോലെ നടക്കണം, എനിക്ക് ഇന്നാളെ കെട്ടിച്ചേരണം, ഇല്ലെങ്കിൽ എന്റെ ഇഷ്ടം അറിയാത്ത അപ്പൻ എനിക്ക് വേണ്ട, അമ്മ എനിക്ക് വേണ്ട, നിങ്ങൾ എന്റെ സുഖമാണ് ആഗ്രഹിക്കുന്നത്, എന്റെ ഇഷ്ടമാണോ? എന്റെ മക്കളെ, എന്റെ ഇഷ്ടമല്ല, തമ്പുരാന്റെ ഇഷ്ടം. ചില മക്കൾക്ക് ഇന്ന് കല്യാണമേ വേണ്ട. ഒത്തിരി മക്കള് കല്യാണം വേണ്ട, ഇത് ആരെ പറഞ്ഞ്, എനിക്ക് ഇഷ്ടമല്ല. നിന്റെ ഇഷ്ടമല്ല, ദൈവം, നീ ദൈവത്തിന്റെ കൊച്ചാ. ഇതൊക്കെ നമ്മുടെ മക്കൾ അറിയണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ തന്നിഷ്ടം പോലെ പല തീരുമാനങ്ങൾ എടുത്ത്, അവിടെ ദൈവമില്ല, വചനമില്ല, കുടുംബമില്ല, പാരമ്പര്യമില്ല, മാതാപിതാക്കളില്ല, മറ്റാരുമില്ല. എന്റെ ഇഷ്ടം, എന്റെ തീരുമാനം, എന്റെ താല്പര്യം, എന്റെ ആസക്തി, എന്റെ സുഖം, എന്റെ സമ്പത്ത്, എന്റെ ഒരു അഹങ്കാരത്തില് ജീവിക്കുന്ന മക്കള് അനുസരണമില്ലാതെ ഇന്ന് തന്നിഷ്ടം പോലെ ജീവിച്ച് പിന്നോട്ട് പോകുമ്പോ കാലവും പ്രായവും സമയവും കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല പലതും. അതുകൊണ്ട് ഈ അനുസരിച്ച് കർത്താവ് പറയാ, എന്റെ വാക്ക് കേട്ട് അനുസരിക്കുക, നിങ്ങൾക്ക് ശുഭായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അനുസരണത്തിന് വലിയ അഭിഷേകമാണ് തിരുഹൃദയം നമുക്ക് നൽകുന്നത്. നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഏകജാതന പിതാവ് തന്നപ്പോ പിതാവിനെ അതുപോലെ അനുസരിച്ച് സ്വീകരിച്ച് പിതാവിന് ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് തന്നെ സമർപ്പിച്ച ഈശോയുടെ വലിയ സ്നേഹത്തിന്റെ, സമർപ്പണത്തിന്റെ, അനുസരണത്തിന്റെ സാന്നിധ്യമാണ് തിരുഹൃദയം. ആ തിരുഹൃദയം നമുക്ക് വേണ്ടി മുറിച്ചു തന്നത് പിതാവിന്റെ ഇഷ്ടമാണ്, ഈശോയുടെ തിരുഹിതമാണ്. ആ സ്നേഹത്തിൽ അനുസരണത്തിന്റെ പൂർണ്ണതയുണ്ട്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്കും കർത്താവെ ഈ അനുസരണത്തിന്റെ അഭിഷേകം നൽകി അങ്ങിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ.
അതിനായ തിരുഹൃദയ സ്നേഹം, അങ്ങയുടെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കട്ടെ, നിർബന്ധിക്കട്ടെ. കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ ആ സ്നേഹം ഈ അനുസരണത്തില് ജീവിക്കാൻ നമ്മുടെ മക്കളെ നിർബന്ധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ വെച്ചു. നമ്മളെയും നമ്മുടെ മക്കളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. മക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ മക്കളെ, ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, നിങ്ങൾ ഈ പ്രാർത്ഥന അനേകം മക്കൾക്ക് പങ്കുവെച്ച് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ ശുശ്രൂഷ നിലനിൽക്കുന്ന ഒരു ശുശ്രൂഷ കൊണ്ടുപോകണം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ദിവ്യകാല യാത്ര പ്രദക്ഷിണങ്ങളൊക്കെ ആരംഭിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റായി കഴിഞ്ഞു. ഈ ആഴ്ച നമ്മൾ ഒത്തിരിയേറെ ഈ ആശീർവാദങ്ങൾ സ്വീകരിക്കുന്ന ഒരാഴ്ചയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അഭിമന്യ പിതാക്കന്മാരും നമ്മുടെ അധികാരികളൊക്കെ നമ്മുടെ യാത്രയെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന വാഹനത്തിന്റെ വെഞ്ചിരിപ്പിന്റെ ആഴ്ചയാണ്. കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ഒക്കെ അച്ഛൻ റെഡിയാക്കി തരും. എന്നാണെങ്കിലും നമുക്കത് പ്രാർത്ഥനയോടെ നമുക്ക് ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ കർത്താവിന്റെ കരുണയുടെ സാന്നിധ്യം, തിരുഹൃദയ സ്നേഹം, കർത്താവിന്റെ ശക്തമായ ജീവന്റെ സമൃദ്ധി, കൃപയുടെ അഭിഷേകം ഈശോയുടെ സാന്നിധ്യത്താൽ നിറയപ്പെടാനും അനുഭവിക്കാനും സ്വീകരിക്കാനും എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. എല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് നിൽക്കാൻ നിങ്ങളെ കർത്താവ് തന്നല്ലോ എന്നോർത്ത് എല്ലാ ദിവസവും അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി നന്ദി പറഞ്ഞ് വിശുദ്ധ കുർബാനയിലും നിത്യാരാധനയിലും പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയില് തിരുഹൃദയ സ്നേഹത്തിൽ ഒരുമിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുവാൻ, അവരെ വിജയിക്കുവാൻ, അവരെങ്കിലും വീഴാതിരിക്കാൻ, പിശാച് കീഴ്പ്പെടുത്താതിരിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറഞ്ഞ് ആരാധിച്ച് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളിലേക്ക് ദിവ്യകാരുണ്യത്തിൽ നിന്ന് കൃപ ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, സ്നേഹം ഒഴുകട്ടെ, അനുസരണം ഒഴുകട്ടെ. ഞങ്ങളുടെ മക്കള് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, തിരുസന്നിധിയില് അങ്ങേ തിരുഹൃദയത്തിൽ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. തന്നിഷ്ടം പോലെ ജീവിക്കുന്ന മക്കള്, അങ്ങേ അനുസരിക്കാതെ, മാതാപിതാക്കളായ ഞങ്ങളെ അനുസരിക്കാതെ, കുടുംബത്തെ അനുസരിക്കാതെ, വചനത്തെ അനുസരിക്കാതെ, ഉദാശകൾ സ്വീകരിക്കാതെ തന്നിഷ്ടം പോലെ കർത്താവെ ജീവിക്കുന്ന മക്കൾ, അവർ പറയുന്നു, ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, വിവാഹം വേണ്ട, ഞങ്ങൾക്ക് ഈ കൂട്ടുകെട്ട് വേണം, ഞങ്ങൾക്ക് ഈ സുഖം വേണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കണം, ഞങ്ങൾ ഇഷ്ടം പോലെ ജീവിക്കണം, ഇഷ്ടപ്പെട്ടവനെ കെട്ടണം. ഈശോയെ, വചനമില്ലാത്ത, അനുസരണമില്ലാത്ത ഒത്തിരിയേറെ അവസ്ഥകൾ ഞങ്ങളുടെ മക്കളിലുണ്ട്. പറഞ്ഞനുസരിക്കത്തില്ല, അനുസരണത്തോട് ഭയങ്കര വെറുപ്പാണ്. അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കണം. ഒത്തിരിയേറെ സമയം മൊബൈൽ കളിച്ചിരിക്കും, തോന്നിവാസം ജീവിക്കും, തോന്നുമ്പോ കയറി വരും, തോന്നുമ്പോ ഇറങ്ങിപ്പോവും. ഈശോയെ, പിടിവിട്ട ജീവിതം ജീവിക്കുന്ന മക്കൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുസരണത്തിന്റെയും സ്നേഹത്തിന്റെയും ചൈതന്യം തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ഈശോയെ, ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ. പിന്നോട്ട് പോകാതെ, തന്നിഷ്ടം പോലെ ജീവിച്ച് പിന്നോട്ട് പോയി നശിച്ച് അടങ്ങി ഒടുങ്ങാതെ കർത്താവെ അനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. അതിനായിട്ട് ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങേ തിരുഹൃദയ സ്നേഹത്തിലേക്ക്, അനുസരണമുള്ള സ്നേഹമുള്ള അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളിതാ എടുത്തു വയ്ക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളെ സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ മേഖലയിൽ നമ്മുടെ മക്കൾക്ക് കൃപ ലഭിക്കാൻ, കർത്താവിന് തിരുഹൃദയ സ്നേഹം ലഭിക്കാൻ, ആ ഹൃദയത്തിന്റെ സ്നേഹവും അനുസരണവും ലഭിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ എല്ലാ അവസ്ഥകളിലും സമർപ്പിച്ച മക്കളുടെ വേദന, ഒത്തിരി മക്കളുടെ മാതാപിതാക്കളുടെ വേദനയാണ്, അനുസരിക്കാത്ത മക്കളെ കുറിച്ചുള്ള വേദന. കർത്താവേ, വേദനകളും നൊമ്പരങ്ങളും സങ്കടങ്ങളും കണ്ണുനീരും എല്ലാം ചേർത്ത് ഞങ്ങളുടെ മക്കളെ അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജപം. അത്ഭുതകരമായ അനുസരണമുള്ള ഈശോയുടെ തിരുഹൃദയമേ, മനുഷ്യനായി പിറന്നു മുതൽ കുരിശിൽ തലചായിച്ച് മരിച്ച നിമിഷം വരെയും അങ്ങേ നിത്യപിതാവിനെ അനുസരിച്ചത് കൂടാതെ ലോകാവസാനം വരെയും
വിശുദ്ധ കുർബാനയിൽ മനുഷ്യനായ വൈദികന്റെ വചനത്തെ അനുസരിച്ച് അങ്ങ് ആഗതനാവുകയും ചെയ്യുന്നുവല്ലോ. സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഈശോയെ, മഹാപാപിയായ ഞാനും എന്റെ മക്കളും എന്റെ പ്രിയപ്പെട്ടവരും അങ്ങയുടെ മാതൃകയെ കണ്ടുപഠിച്ച് എല്ലാ പ്രമാണങ്ങളും അനുസരിച്ച് നടപ്പാക്കാൻ അനുഗ്രഹം ചെയ്യണമേ. അങ്ങേ അനുസരിക്കുവാനും വചനം പാലിക്കുവാനും അങ്ങ് പറഞ്ഞ പോലെ ജീവിക്കുവാനും ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കും ഇടയാകട്ടെ. തന്നിഷ്ടം പോലെ ജീവിച്ച് പിന്നോട്ട് പോയി നശിക്കാതെ അങ്ങയിൽ ജീവിച്ച് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഹൃത ജപം. കുരിശുമരണം വരെയും അനുസരിച്ച ഈശോയുടെ തിരുഹൃദയമേ, എന്റെ മേലും മക്കളുടെ മേലും കരുണയായിരിക്കണമേ. കുരിശുമരണം വരെയും അനുസരിച്ച ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കൃപയായിരിക്കണമേ. കുരിശുമരണം വരെയും അനുസരിച്ച ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കൃപയായിരിക്കണമേ. സൽക്രിയ ചെറിയ കാര്യങ്ങളിൽ പോലും അധികാരികളെ വചനത്തെ അനുസരിക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ മക്കളെ ഏറ്റവും സ്നേഹത്തോടെ തിരുഹൃദയത്തിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് അനുസരണമുള്ള മക്കളായി കർത്താവിനനുസരിച്ച് വചനമനുസരിച്ച് കുടുംബത്തെ അനുസരിച്ച് മാതാപിതാക്കളനുസരിച്ച് ജീവിക്കാൻ വേണ്ട കൃപ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി തിരുഹൃദയനാഥനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. ഈശോയെ, ഞങ്ങളുടെ മക്കളിലേക്ക് അനുസരണത്തിന്റെ വലിയ കൃപ ചൊരിഞ്ഞുകൊണ്ട് വിശുദ്ധിയിലും ചൈതന്യത്തിലും ജീവിച്ച് വളർന്ന് മുന്നോട്ട് പോകാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അനുസരണത്തിന്റെ ചൈതന്യം നിറയപ്പെട്ട മക്കളായി ഞങ്ങളുടെ മക്കൾ